നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു പത്രോസിനെ ശാസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു. സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പത്രോസ് ശിഷ്യന്മാരിൽ വെച്ച് വ്യത്യസ്തനായിരുന്നു. ഏതു കാര്യവും തുറന്നടിച്ച് പറയുന്ന ആളാണ്. പത്രോസാണ് കടലിൽ ഞാനും കൂടെ നടന്നു വരട്ടെ എന്ന് ചോദിച്ചത്. പത്രോസാണ് പെസഹയുടെ ദിവസം എൻ്റെ കാല് കഴുകരുതെന്ന് പറഞ്ഞത്, പിന്നീട് എൻ്റെ തലയും കൂടെ കഴുകാൻ പറഞ്ഞത്. പത്രോസാണ് വാള് തൻ്റെ അങ്കിയിൽ കരുതിയിരുന്നത്. പത്രോസാണ് യേശുവിനെ പിടിച്ച സമയത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്ത് കളഞ്ഞത്. പത്രോസാണ് അകലം വിട്ട് പിൻഗമിച്ച ശിഷ്യൻ. പത്രോസാണ് ആ രാത്രി യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞത്. ഒരുപാട് മേന്മകൾ പത്രോസിൽ ഉണ്ടായിരുന്നെങ്കിലും പത്രോസ് ഒരുപാട് അവിവേകം കാണിച്ചിട്ടുള്ള ആളും യേശുവിൽ നിന്ന് ശാസന പ്രാപിച്ചിട്ടുള്ള ആളുമാണ്. ഞാൻ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവപുത്രനാണ്, ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാനാണ് എന്ന് ആദ്യം പറഞ്ഞത് പത്രോസാണ്. എല്ലാ ശിഷ്യന്മാർക്കും ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിലും സധൈര്യം അത് പറഞ്ഞത് പത്രോസാണ്. കർത്താവ് പത്രോസിനെ അനുമോദിക്കുകയും ചെയ്തു. തുടർന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞത് നിന്റെ മിടുക്കുകൊണ്ടൊന്നും അല്ല, ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിലുള്ളവരൊന്നും അല്ല ഇത് നിന്നെ പഠിപ്പിച്ചത്, മാതാപിതാക്കളല്ല, ജഡത്തിൽ നിന്നല്ല രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ കാര്യമാണ്. എൻ്റെ പിതാവത്ര നിനക്കിത് വെളിപ്പെടുത്തിയത്. പിതാവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നിനക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്ന് കർത്താവ് പറഞ്ഞത്, നീ പത്രോസാണ് എന്ന് പറഞ്ഞാൽ നീ പാറക്കഷ്ണമാണ്, ഒരു കൽക്കഷ്ണമാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. പക്ഷേ ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് നിന്റെ മേൽ ഞാൻ സഭ പണിയുമെന്നാണ്. യേശു പറഞ്ഞത് നീ ആ സഭയാകുന്ന സമുദ്രത്തിലെ ഒരു കൽക്കഷ്ണമാണ്. പിന്നീട് പത്രോസ് അത് എഴുതിയിട്ടുണ്ട്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. അപ്പോൾ യേശു ആകുന്ന ആ വലിയ പാറമേൽ നമ്മളൊക്കെ ഓരോ കൽക്കഷ്ണങ്ങളായി പണിയപ്പെടുന്നവരാണ് എന്നാണ് യേശു പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേം എന്നൊരു നഗരമായിട്ട് സഭയെ ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട്. അതിൽ 12 അടിസ്ഥാന കല്ലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസ് മാത്രമല്ല, 12 അപ്പസ്തോലന്മാർ ഓരോ കല്ലുകളായിട്ട് അവിടെ കാണപ്പെടുകയാണ്. ഇതൊന്നും ആളുകൾ വായിക്കുന്നില്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ചിലർ ഒരു വാക്യത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ മൂലഭാഷയൊന്നും അവർക്ക് വിഷയമല്ല. മൂലഭാഷയിൽ പത്രോസ് എന്നുള്ളതിൻ്റെ പേര് അല്ല ഈ പാറമേൽ എന്നുള്ളതിന്. പത്രോസ് അല്ലെങ്കിൽ പെട്രോസ് എന്ന് പറഞ്ഞാൽ കൽക്കഷ്ണം, പെട്ര എന്ന് പറഞ്ഞാൽ വലിയ പാറ, അടിസ്ഥാന പാറ എന്നാണ്. അതാണ് പത്രോസ് എഴുതിയത്. ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നതിനാൽ നാം ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. അപ്പോൾ പത്രോസ് യേശുവാകുന്ന പാറമേലുള്ള
ഒന്നാമത്തെ കല്ലായിക്കോട്ടെ. ഒന്നാമൻ പത്രോസ് എന്ന് വാക്യമുണ്ടല്ലോ. തുടർന്ന് യോഹന്നാൻ, യാക്കോബ്, അങ്ങനെയുള്ള ആളുകൾ. എന്നാൽ ഇവിടെ യേശുവിനെ വളരെ പ്രശംസിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് വളരെ സത്യസന്ധമായ കൃത്യമായ കാര്യം പറഞ്ഞ, അല്ലെങ്കിൽ ആ പിതാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ അതേ പത്രോസ് യേശു യെരുശലേമിൽ വെച്ച് മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും പിടിക്കപ്പെട്ട് കുരിശിക്കപ്പെട്ട് പിന്നെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് കൈക്ക് പിടിച്ച് മാറ്റി കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് പറയുകയാണ്, അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ദൈവരാജ്യം സ്ഥാപിച്ചാൽ മതി. പീലാത്തോസിനെ നിഷ്കാസിതനാക്കിയിട്ട് തുരത്തിയിട്ട് ദൈവരാജ്യം സ്ഥാപിച്ചാൽ മതി. നമുക്ക് രാജ്യം പിടിച്ചെടുക്കാം, ഇസ്രായേലിന് രാജ്യ യഥാസ്ഥാനത്താക്കി കൊടുക്കാം. യേശു പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത് സാത്താനെ എന്നാണ്. ഇത് പൊതുവെ ആളുകൾ പ്രസംഗിക്കാറും പഠിപ്പിക്കാറുമില്ല. യേശു വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണെന്നാണ് പത്രോസിന്റെ അടിയിൽ കിടക്കുന്നത്. യേശു വന്നത് പാപികളെ രക്ഷിക്കാൻ, കുരിശിൽ മരിക്കാനാണ്. അവർക്ക് ദൈവരാജ്യം നൽകുന്നതൊക്കെ വീണ്ടും വരവിങ്കലാണ്. അപ്പോഴാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ ഉയർക്കുന്നതും ജീവനോടിരിക്കുന്നതും രൂപാന്തരപ്പെടുന്നതും. ദൈവരാജ്യത്തിന്റെ ഒരു ചിത്രം മരുവമലയിൽ യേശു കാണിച്ചു കൊടുത്തല്ലോ ഈ പത്രോസിനെ ഉൾപ്പെടെയുള്ളവർക്ക്, 3 പേർക്ക്. അവിടെ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെടുകയാണ്. ഏലിയാവ് മരിക്കാത്ത വിശ്വാസികളുടെ പ്രതീതിയാണ്, മോശ മരിച്ച വിശ്വാസികളുടെ പ്രതീതിയാണ്. അവര് രണ്ടുപേരും യേശുവിനെ പോലെയാകുകയാണ്. അവർ 3 ഒരുപോലെയാകുകയാണ്. അതാണ് യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ, അല്ലെങ്കിൽ ദൈവരാജ്യം സംഭവിക്കുന്നത്. യേശുവിൽ വിശ്വസിച്ച് മരിച്ച മോശയെപ്പോലെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിൽ വിശ്വസിച്ച് ഏലിയാവിനെ പോലെ ജീവിച്ചിരിക്കുന്നവർ തിരസ്കരിക്കപ്പെടുന്നു. എല്ലാവരും യേശുവിനെ പോലെ ആകാനിടയായി തീരുന്നു. ഇവിടെ പത്രോസ് പറയുകയാണ്, ആ ദൈവരാജ്യം ഇപ്പോഴങ്ങ് സ്ഥാപിച്ചാൽ മതി. അല്ല, ആ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ആദ്യം യേശു നരകം അനുഭവിക്കണം. യേശുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയും എന്നാണ് ഇതേ പത്രോസ് എഴുതിയിട്ടുള്ളത്. അപ്പം യേശു ആദ്യം കഷ്ടം അനുഭവിക്കണം, നരകം ഏൽക്കണം, നമ്മുടെ വീണ്ടെടുപ്പുവിലയായിട്ട് ചോര ചിന്തണം, നമ്മുടെ നരകവും ശിക്ഷയും ശാപവും താൻ ഏറ്റെടുക്കണം, മരത്തമ്മേ തൂങ്ങണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു തിരിച്ചറിവ് പത്രോസിനില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു പത്രോസിനെ ശാസിച്ചത്. ആ ശാസനയിലൂടെ പത്രോസിന് മറ്റ് ശിഷ്യന്മാരെ പോലെ കാര്യങ്ങൾ മനസ്സിലാകാൻ ഇടയായി. അതുകൊണ്ടാണ് തൻ്റെ ലേഖനത്തിൽ ആ സൂചനകളൊക്കെ പത്രോസ് നൽകാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ, പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.